നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്നു എൻ വിജയകുമാറും കെ പി ശങ്കരദാസും. കഴിഞ്ഞ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ അതിരൂക്ഷമായ തോതിലുള്ള വിമർശനം നടത്തിയ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും ഇനിയും നിങ്ങൾ പ്രതി ചേർക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. കേസന്വേഷണത്തിൽ നിന്ന് വമ്പൻ സ്രാവുകളെ ഒഴിവാക്കരുത് എന്നുള്ള ആവശ്യവും ഹൈക്കോടതി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അന്വേഷണ സംഘത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയെടുക്കുന്നത്. ഇവരെ എന്തുകൊണ്ട് കസ്റ്റഡിയെടുക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ തന്നെ നേരത്തെയും ഉയർന്നിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമാവലി അനുസരിച്ച് ദേവസ്വം ബോർഡ് അധ്യക്ഷനും അംഗങ്ങളും ചേർന്നാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത്. അതല്ലാതെ ഒരംഗത്തിന് മാത്രം അല്ലെങ്കിൽ പ്രസിഡന്റിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. അതേസമയം എം വിജയകുമാറും കെ പി ശങ്കരദാസും പറയുന്നത് എ പത്മകുമാർ തങ്ങളുടെ അനുമതിയില്ലാതെ നേരത്തെ എഴുതിയിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പച്ചമഷി കൊണ്ട് വെട്ടിമാറ്റിയതിന് ശേഷം എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എ പത്മകുമാർ അറസ്റ്റിലായിരുന്നു. ഇയാൾ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. അതുപോലെ ദേവസ്വം ബോർഡിലെ മുൻ അധ്യക്ഷനായ എൻ വാസുവും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. ശബരിമലയിലെ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇവരെല്ലാവരും ജയിലിൽ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കെ പി ശങ്കരദാസിനെയും അതുപോലെ ഈ എൻ വിജയകുമാറിനെയും ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ എൻ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്നാൽ കെ പി ശങ്കരദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചതായിട്ടാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ടാണോ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെന്നാണ് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടത്. കേരള പോലീസിലെ ഉന്നതനായ ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ് കെ പി ശങ്കരദാസ്. അദ്ദേഹം CPIയുടെ നേതാവ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രമുഖരായ ആളുകളെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്നുള്ള ഹൈക്കോടതിയുടെയും ജനങ്ങളുടെയും പ്രതിപക്ഷ സംഘത്തിൻ്റെ ചോദ്യത്തിന് ഒരു പരിധിവരെ ഇപ്പോൾ ഒരു മറുപടി ആവുകയാണ് ഈ ഒരു നടപടിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇനി എൻ വിജയകുമാറിനെ ഒരുപക്ഷെ ഈ ഇപ്പോൾ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പത്മകുമാറിനും അതുപോലെ എൻ വാസുവിനും ഒക്കെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്താൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ പുറത്തു വരാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും എൻ വിജയകുമാറിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് ഈ കൊള്ളയെല്ലാം നടക്കുന്ന സമയത്ത് എ പത്മകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനും കെ പി ശങ്കരദാസും എൻ വിജയകുമാറും ദേവസ്വം ബോർഡിൽ അംഗങ്ങളുമായിരുന്ന സമയമായിരുന്നു. ഇവർ അറിയാതെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന് പൊതുവെ അവർ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ അത്തരം ഒരു കാര്യം സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിൽ നടക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എൻ വിജയകുമാറിൻ്റെ അറസ്റ്റ് വളരെ പ്രധാനമാണ്. ഇനി കെ പി ശങ്കരദാസിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്, സുപ്രീം കോടതിയെ സംബന്ധിച്ച് അതിൻ്റെ കേസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനിരിക്കുന്നത്.